ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചേമ്പിൻതണ്ട് വെച്ച് പെട്ടെന്നൊരു ബജി ഉണ്ടാക്കിയെടുത്താലോ. അപ്പോൾ ഇത് അത്യാവശ്യം വലിപ്പമുള്ളൊരു ചേമ്പിൻതണ്ടാണ് കേട്ടോ അത്. അപ്പോൾ ഈ ചേമ്പിൻതണ്ടിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായി അരിഞ്ഞെടുക്കട്ടെ. നമുക്കിത് കട്ട് ചെയ്ത് ഇതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കണം. ഞാൻ ചേമ്പിൻതണ്ട് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. നന്നായിട്ട് പിഴിഞ്ഞ് ഈ മൊത്തം അരിഞ്ഞിട്ടാണ് ഇത് ഫുള്ളും പിഴിഞ്ഞെടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു സവാള, കുറച്ച് വേപ്പില, കുറച്ച് മല്ലിയില, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി. ഇത്രയും ഞാൻ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി, 3 ടേബിൾ സ്പൂൺ കടലമാവ് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര്. നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് തിരുമ്മി എടുക്കാം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്യാം. എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. വെള്ളം കൂടി പോകരുത്. എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി മിക്സ് ചെയ്ത കൂട്ട് തട്ടിപ്പൊത്തി ഒന്ന് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ കൂട്ട് കുറേശ്ശെയായിട്ട് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ മീഡിയം ടു ഹൈ ഫ്ലെയിമിലായിട്ട് ഇട്ടേക്കുന്നേ. നമുക്ക് 2 സൈഡും മുരിച്ചെടുക്കാം. അതിൻ്റെ ഒരു സൈഡ് മുരിഞ്ഞ് കഴിയുമ്പോൾ അടുത്ത സൈഡും കൂടി മറിച്ചിട്ട് കൊടുത്ത് പെട്ടെന്ന് അതിനെ കോരിയെടുക്കാം കേട്ടോ. നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു ബജിയാണ് കേട്ടോ. അപ്പോൾ ഒരു സൈഡ് മുരിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ അടുത്ത സൈഡ് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇതേപോലെ ബാക്കിയുള്ളതും കൂടി കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ചേമ്പിൻതണ്ട് ബജി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ നിങ്ങളും ചേമ്പിൻതണ്ട് കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്തൊരു വീഡിയോ കൂടെ വീണ്ടും കാണാം. ബൈ.